നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, അപ്പം ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ വിസ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളമടിക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെന്നെ എല്ലാം ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറയുന്ന അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം, അതിനു വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈ വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ള അതിനാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. ഇതെവിടെ? യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോഴേ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിന്റെ ഫണ്ടമെന്റ് വചനമാണ്. എന്താ കാര്യം? പറഞ്ഞേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്.